പാണക്കുയില് തൊപ്പിനായിട്ട് ഒരു കാലത്തോളം കല്യാണം ഉണ്ടെങ്കിൽ ഒരു പവൻ ഞാൻ കൊടുക്കും. എന്ത് വേണം? കളമായ അന്റെ തള്ളിയും തന്തി അന്നെ ഒഴിവാക്കളമായ എന്നാടാ ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. മലയാള യൂട്യൂബ് ചരിത്രം, അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ട്രീമേഴ്സ്, ഓൺലൈൻ മീഡിയാസ് ഒക്കെ എന്താ പറയുക, അതൊക്കെ തുടങ്ങി കുറേ അധികം നാളിന് ശേഷം ഇത്രയും വലിയൊരു അടി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നം നടക്കുന്നത് ഇപ്പോഴാണ്. അഥവാ MRC തൊപ്പി പുള്ളിക്കാരൻ റിലേറ്റഡ് ആയിട്ട് തുടങ്ങി, അതിനകത്ത് വേറെ ഒരു അദ്ദേഹത്തിൻ്റെ പേരിൽ അഫെയറിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കി, ഒരു ലവർ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് ഷാജഹാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ എൻട്രി, അതിനുശേഷം നമ്മുടെ നീലക്കുയിൽ എൻ്റർടൈൻമെൻറ്റ്, ഇങ്ങനെ കുറഞ്ഞ ഓൺലൈൻ മീഡിയാസ് അടക്കമുള്ള എല്ലാ ആൾക്കാരും വരുന്നൊരു വീഡിയോ ആണ്. സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ പ്രശ്നമായിട്ടുണ്ട്, വളരെയധികം പ്രശ്നമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് തൊപ്പി അടുത്ത് ഒരു കാണിച്ചിരിക്കുന്ന സംഭവം, തൊപ്പി തിരിച്ച് പറഞ്ഞേക്കുന്ന കാര്യമൊക്കെ വേറെ ലെവൽ സംഭവങ്ങളാണ്. എന്താണെന്നുള്ളത് നോക്കാം. തൊപ്പിയെ ഞാൻ ആദ്യമായിട്ട് എന്നോട് എനിക്കത് എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. സത്യം പറഞ്ഞാൽ ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഓൾറെഡി ഓൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു ഫ്രണ്ട് മെഹറിന്റെ ഫ്രണ്ടാ. മെഹർ പറഞ്ഞ ഇയാളെ ഫ്രണ്ടാണ്. മെഹർ എന്ന് പറഞ്ഞാൽ ഇയാളെ മോളാകാനുള്ള പ്രായമുണ്ട് അല്ല, ഇയാൾക്ക് മിനിമം 52 വയസ്സുണ്ട്. ഇല്ല അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താ നിങ്ങൾ ഈ കോമാളികൾ എന്തിനാ സൈഡിൽ നിൽക്കുന്നത്? അല്ല അല്ല, ഞാൻ ഇങ്ങനത്തെ ഫൈറ്റുകൾ എനിക്ക് ഒറ്റക്ക് വേണം. ഈ ഇപ്പം സംസാരിക്കുന്ന ഷാജഹാൻ എന്നുള്ളൊരു വ്യക്തി മെഹറുമായിട്ട് കണക്ട് ചെയ്ത് എന്തോ ലവർ പരിപാടി എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് തൊപ്പി റിയാക്ട് ചെയ്തതാണ്. പക്ഷേ ഇതിന് ശേഷം തൊപ്പി പറഞ്ഞ ചില കാര്യങ്ങൾ പിന്നീട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതാണ് വഴിയെ കാണാം. പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ നായിന്റെ മോനെ എന്റെ തന്ത നഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്ന കൂട്ടാൻ നായിന്റെ മോനെ അടിച്ചിട്ട് മൂന്നത്തെ പല്ല് ഞാൻ കൊടുക്കും. ജിന്നെ പറഞ്ഞു കൊടുക്കേ എനിക്കൊരു പ്രശ്നമില്ല നായ. പക്ഷെ ജിന്നെ തന്തര പറഞ്ഞു അത് ഈ സാജ സൈക്കൂല മോനെ. തന്തയില്ലാത്തമാരെ കുറിച്ച് തന്തക്ക് വിളിച്ച പ്രശ്നമാണ്, അത് സീനാണ്. അത് റിയലി സോറി ഷാജാനിക്ക, സോറി. അത് എനിക്ക് എന്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് തന്തയില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെ അറിഞ്ഞത്, ഞാൻ ആദ്യം അറിഞ്ഞില്ല. തന്തയ്ക്ക് വിളിയായി അങ്ങനെ വല്ലാത്ത രീതിയിലേക്കുള്ള വർത്തമാനമായി, ഭയങ്കരമായിട്ടുള്ള മോശമായ പരാമർശം. അറിയാമായിരുന്നു ഞാൻ തന്തക്ക് വിളിക്കൂലായിരുന്നു. കാരണം ഇല്ലാത്തൊരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അത്രയും ഹേർട്ട് ആവാം. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എടാ ബാക്കിൽ നിന്നിട്ട് ഹാർഡ് തെറി കട്ട പച്ച തെറിയായിട്ട് ഞാൻ ഒരിക്കലും ആ ഒരു ഇതിലേക്ക് പോകില്ല. നിങ്ങൾ ആലോചിക്കുക, പണ്ട് ഞാൻ തെറി വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷാജാനും ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ നമുക്ക് എപ്പോൾ ഷാജാന്റെ പേര് പറയുമ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന്റെ. അപ്പോൾ ഷാജഹാനും ഈ പറഞ്ഞ തൊപ്പിയുമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് തെറിവിളി സെറ്റപ്പ് ഒക്കെ ആയി. അതിനുശേഷം ഇന്ന് തൻ്റെ തന്തയും തള്ളയൊക്കെ ഒഴിവാക്കി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ വളരെയധികം വ്യക്തിപരമായിട്ടുള്ള സെറ്റപ്പിലേക്ക് അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലാണ് തൊപ്പിക്ക് അത് ഫീലായി എന്നുള്ള രീതിയിലേക്ക് പറയുന്നു. സംഭവം ഇത് അപ്പെട്ടതൊന്നും കൊണ്ട് തീരുന്നില്ല. ഈ സംഭവത്തിൻ്റെ തുടക്കം ഇനി അതിനുശേഷം ഇപ്പോൾ ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് വേറെ ലെവലാണ്. നീലക്കുയിൽ നീലക്കുയിലുമായിട്ട് മുമ്പ് തന്നെ ഈ പറഞ്ഞ തൊപ്പിക്ക് ഇതിന് മുമ്പും കുറച്ചധികം ക്ലാഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പം സംഭവം. ഇത് ശരിക്കും നടന്ന കാര്യങ്ങൾ നീലക്കുയിലൂടെ ഒരു വീഡിയോ വന്നു. തൊപ്പിനായിട്ട് ഒരു കാലത്തോളം കല്യാണം ഉണ്ടെങ്കിൽ ഒരു പവൻ ഞാൻ കൊടുക്കും. എന്ത് വേണം? ഒരു പവന് വേണ്ടി തൊപ്പി നമ്മൾ കല്യാണം കഴിക്കണം. തൊപ്പി മെഹറിനെ കല്യാണം കഴിക്കുവാണെങ്കിൽ 1 പവൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ പറയുന്നത് എന്തിനാണ് ഈ പുള്ളി ഇത് പറയുന്നത്? നീലക്കുയിൽ ഈ ഒരു സാധനം വന്നിരുന്നു. ഇനി അതിനുശേഷം ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് തൊപ്പി വരുന്നു. അതിനുശേഷമാണ് അടുത്ത പ്രശ്നം. സംഭവം നല്ല ഗംഭീരമായിട്ടുള്ള നല്ല പക്ക ഒരു സെറ്റപ്പിലേക്ക് മാറി. പാണക്കുയില് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതിപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്ത് കമൻറ്റ് ബോക്സ് മൊത്തം നമ്മുടെ നീലക്കുയിലിന് എഗെയിൻസ്റ്റ് ആണ്. നീലക്കുയിലിന് അണ്ണാക്കിൽ കിട്ടി, നീലക്കുയിലിന് ഇത് കിട്ടി എടുത്തെന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് ബോക്സ് മൊത്തം ഉള്ളത്. സോ എന്തായിരുന്നാലും ഇവിടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് നോക്കുമ്പോൾ തൊപ്പിയുടെ തുടക്കകാലം, തൊപ്പി കാണിച്ചിട്ടുള്ള വീഡിയോസിൻ്റെ അകത്ത് തൊപ്പി സ്ട്രീമറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ സമയത്തുള്ള ലൈവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം നമുക്ക് ചിലപ്പം അധികം ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളിക്കാരൻ്റെ ആ കാലത്ത് ഉള്ള വീഡിയോസിനോടൊന്നും എനിക്കൊരു താല്പര്യം ഇന്നും ഇല്ല അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അതിനുശേഷം തൊപ്പി റീസെൻ്റ്ലി തൊപ്പി എന്നുള്ള നിഹാദിലേക്ക് മാറി. തൊപ്പി ആ പണ്ടത്തെ തൊപ്പിയൊക്കെ ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം മുറിച്ച് അതിനുശേഷം പുള്ളിക്കാരൻ്റെ ലൈഫിന് ഒത്തിരി മാറ്റം വരുത്തുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ കുറേയധികം ആൾക്കാർ കാണുന്നുള്ളതിന് ഒരുപാട് മാറ്റം
എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ മാറ്റം വരുന്നതിന് നമ്മൾ അംഗീകരിക്കണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും തൊപ്പിയിലുണ്ടായ മാറ്റം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് സ്വാഭാവികമായിട്ടും അയാളെ ഏറ്റെടുക്കുന്ന ഒരുപാട് ആൾക്കാർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യും. പക്ഷേ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻബോക്സിൻ്റെ അകത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് വീഡിയോ ഓർമ്മിപ്പിക്കണം. ഞാൻ അതുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. തൊപ്പിയെ കാണുന്ന ബഹുഭൂരിശം വരുന്ന കൊച്ചു പിള്ളേരാണ്. കൊച്ചു പിള്ളേർ ഇവർ തൊപ്പിയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നിന്ന്, ആ ഫോണിൻ്റെ അകത്ത് നിന്ന് 100 രൂപ 40 രൂപ 500 രൂപ എന്ന പൈസകളൊക്കെ എടുത്ത് ചയക്കുന്നു. അങ്ങനെ തൊപ്പി ഒരു ദിവസം സ്ട്രീം ചെയ്യുമ്പോൾ തന്നെ എത്ര 70,000 1 ലക്ഷം രൂപയോ എത്രയൊക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ഈ സാധാരണക്കാരുടെ വീട്ടുകാരൊക്കെ അറിയാത്ത ഈ പിള്ളേരുടെ പൈസ പിള്ളേർ ഇങ്ങനെ എടുത്ത് ചിലവാക്കുന്നതാണ്. അപ്പം അതൊക്കെ ഒരു ഇത് വീട്ടുകാരെ പോലും അറിയുന്നുണ്ടാവത്തില്ല. അത് ചിലപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കാരണം തൊപ്പിയുടെ ലൈവിൽ പൈസ ഇടുന്ന ആൾക്കാർ നിങ്ങളുടെ സ്വന്തം കാശ് തന്നെയാണ് ഇടുന്നത്. അഥവാ കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് പൈസ എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ചെയ്യുന്നതാണോ എന്ന് പോലും നമുക്കറിയത്തില്ല. അത് വേറൊരു കാര്യം. പിന്നെ അത് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ തൊപ്പിയുടെ നിഹാദിലേക്കുള്ളൊരു പ്രവേശം, പുള്ളിക്കാരൻ്റെ മാറ്റം വന്നതിന് ശേഷം അടിമുടി മാറ്റമാണ്. പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങളിൽ പുള്ളിക്കാരന് വേണ്ടാത്ത കാര്യങ്ങളും അതൊക്കെ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകുന്നു. ചില സ്ഥലങ്ങളിലേക്ക് പുള്ളിയെ ഡ്രാഗ് ചെയ്ത് പുള്ളിയെ പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത് പോലെ അവിടെ നിന്നും പുള്ളി രക്ഷപ്പെട്ട് പുള്ളിക്കാരൻ ഒരുപാട് മാറി എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നു. ഇപ്പോൾ തന്നെ എത്രയോ 1 കോടിയോ 5 കോടി രൂപയുടെയൊക്കെ എന്തൊക്കെയോ ഒരു കോൺട്രാക്റ്റൊക്കെ പുള്ളി സൈൻ ചെയ്തിട്ടുണ്ട്. അത് കമ്പനിയായിട്ടെന്നൊക്കെ പറയുന്നത്, ലോക്കോയോ എന്തോ, എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല രീതിയിലൊരു റീച്ചിലും നല്ല വളർച്ചയിലൊക്കെയാണ് തൊപ്പി നിൽക്കുന്നത്. ആ രീതിയിലേക്ക് പുള്ളിക്കാരൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മാറ്റവും കുറേ അധികം നല്ലതാണ്. എന്നാൽ പുള്ളിക്കാരൻ്റെ തുടക്കകാലത്ത് പുള്ളിക്കാരൻ്റെ ഈ നീലക്കുയിലിൻ്റെ എന്തൊക്കെ വീഡിയോ റിയാക്ട് ചെയ്തു, അങ്ങനെ എന്തോ സംഭവം പറഞ്ഞതിന് അതിന് ചാനൽ അടിച്ച് കളയാൻ കോപ്പിറൈറ്റൊക്കെ അടിച്ച് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊപ്പിക്ക് ഈ നീലക്കുയിലിനോടുള്ള സംഭവം പണ്ട് മുതലേ ഒരു താല്പര്യക്കുറവൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പം റീസെൻ്റായിട്ട് ഈ മാറ്റം വന്ന തൊപ്പി ഇപ്പോൾ ഈ ഒരു ചില സമയങ്ങളിലെങ്കിൽ ഈ നീലക്കുയിലിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴേക്കും അത് പറയും, നീലക്കുയിലിനോടുള്ള ഒരു താല്പര്യക്കുറവൊക്കെ പുള്ളിക്കാരൻ വ്യക്തമായി പ്രകടമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഈ മെഹർ എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെടുത്തി ഷാജഹാൻ എന്നുള്ള വ്യക്തി എൻട്രി ചെയ്യും. ഈ ഷാജഹാൻ എന്നുള്ള സംഭവം ഫേക്ക് ഗീവ് അവേ എന്നൊക്കെ ഉള്ള കമൻറ്റ് ബോക്സിൽ കാണുന്നത് ഉള്ളതാണോ ഇല്ലെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് ഈ പുള്ളിക്കാരൻ ഈ ഒരു വിഷയമായിട്ട് കാണുന്നത്. എനിക്ക് അറിഞ്ഞൂടെ ഈ ഷാജഹാനെന്ന്. അങ്ങനെ ഈ തൊപ്പിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ഷാജഹാൻ ഈ തൊപ്പിയെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തന്തയ്ക്ക് വിളിച്ച് ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയുന്ന രീതിയിലേക്കുള്ള സംഭവത്തിനാണ് പുള്ളി ഇപ്പോൾ റീസെൻ്റായിട്ട് റിയാക്ട് ചെയ്യും. അതിനുശേഷം സിനിമയ്ക്ക് പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ ഞരമ്പൻ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ നീലക്കുയിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നീലക്കുയിലും കൂടെ ഗ്യാങ്ങായിട്ട് നിൽക്കുന്ന അവരെല്ലാവരും കൂടെ ഇവരെ തിരിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഓൺലൈൻ മീഡിയാസ് എന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് ഗുണവും ദോഷമുണ്ട്. എന്ത് കാര്യത്തിനാണെങ്കിൽ ഗുണവും ദോഷമുണ്ട്. പണ്ടത്തെ തൊപ്പിയുടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഒരുപാട് ദോഷം. ഇന്നും തൊപ്പിയുടെ കൂടെയുള്ള മമ്മു എന്നുള്ളൊരു കുട്ടി, ആ പയ്യൻ 18 വയസ്സ് കഴിഞ്ഞ കേട്ടോ, ആ പയ്യൻ്റെ ആ ഒരു എത്തിനോട്ടം, ഒളിഞ്ഞു നോട്ടം, ആ ഒരു കുളിമുറിയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമൊക്കെ അതൊക്കെ ഒരു വലിയ രീതിയിലൊരു നോർമലൈസ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ വീഡിയോ ചെയ്തു. അവസാനം തൊപ്പി തന്നെ പണിഷ്മെൻറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ സംഭവം എന്താ ബോഡിയിലൊക്കെ നിർത്തുന്നതൊക്കെ പറഞ്ഞു. എനിക്കറിയത്തില്ല ഇനി അതൊക്കെ നടക്കുന്നുണ്ടോ എന്നറിയത്തില്ല. എന്നാലും അതൊക്കെ ഇവരുടെ കൂടെയും ഉള്ള ഒരാൾ ചെയ്യുന്നൊരു കാര്യമാണ്. തൊപ്പിയുടെ കൂടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അവർ ചോദിക്കുമ്പോൾ തൊപ്പിക്ക് അതിന് മറുപടി പറയാനും പറ്റത്തില്ല. എന്നാൽ തിരിച്ച് ഞരമ്പൻ എന്നുള്ള രീതിയിൽ പറയുമ്പോഴേക്കും ഇതേ പ്ലാറ്റ്ഫോം അഥവാ ഓൺലൈൻ മീഡിയാസുള്ള എല്ലാ ഓൺലൈൻ മീഡിയാസും മോശമൊന്നുമല്ല. കാരണം അവർ ഇപ്പോൾ കവർ ചെയ്യുന്നതിൽ കുറേയധികം ആൾക്കാർ ഇപ്പം എക്സ്പോസ് ആയി നിൽക്കുന്ന ചില ആൾക്കാരുടെയൊക്കെ എന്താണ് ഈ ഇടയ്ക്ക് ചില സെലിബ്രിറ്റീസൊക്കെ പറഞ്ഞു, ഞങ്ങൾ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഡ്രസ്സ് മാറിയിരിക്കുന്ന ഓൺ ദ സ്പോട്ടിനെ സൂം ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ ബുദ്ധിമുട്ട്, പ്രൈവസി വയലേഷൻ തന്നെയാണ്. അത് നോട്ട് ഓൺലി നീലക്കുയിലെന്ന് എനിക്ക് തോന്നുന്നു, ഒരുപാട് ചാനലുകൾ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ആര് ചെയ്താലും അതൊരു തെറ്റ് തന്നെയാണ്, ഒരാളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറി ചെയ്യുന്നത്. മറിച്ച് ഇതേ ഈ നീലക്കുയിലോ മറ്റുള്ള പല തരത്തിലുള്ള ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ അകത്തൊക്കെ ഒരുപാട് ആൾക്കാരുടെയൊക്കെ വീഡിയോസ് വരാറുണ്ട്. അതൊക്കെ അവരുടെ പർപ്പസ്ഫുള്ളി അവരിതിനകത്ത് ഇവിടെ ഇങ്ങനെയൊക്കെ എക്സ്പോസ് ആയിട്ട് കാണണം എന്നുള്ള ഇൻറ്റൻഷനോട് വരുന്ന സംഭവങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അവിടെ കുറ്റപ്പെടുത്താനും പറ്റും തോന്നുന്നില്ല. പിന്നെ ഇവരെ പോലുള്ള ആൾക്കാരിലൂടെ ഇവരെ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ അതിൻ്റെ കാരണം കൊണ്ട് ഫെയിം ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ ഇപ്പോൾ നിൽക്കുന്നു. സെലിബ്രിറ്റീസ് എന്നൊക്കെ അവരെ കുറിച്ച് അവകാശപ്പെടുന്നത്, അതായത് നമ്മുടെ അലൻ ജോസ് പെരേര, നമ്മുടെ കുറേ അധികം ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. സോ അത് ഉണ്ട് അങ്ങനെ. അതുമല്ലാതെ വേറെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവരുടെ മുഖം കുറച്ച് കൂടുതൽ അറിയപ്പെടണം എന്നുള്ള രീതിയിലേക്കൊക്കെ ആയിരിക്കാം. എന്തായിരുന്നാലും തൊപ്പിയുടെ ഒരു ഇഷ്യൂ ഇപ്പം നിലവിൽ നിൽക്കുന്ന സംഭവം ഇനി എവിടെ പോയി അവസാനിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിപ്പോൾ റീസെൻ്റായിട്ട് നടന്നൊരു വിഷയമാണ്. നല്ല രീതിയിൽ വാക്കേറ്റങ്ങളും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം സ്ട്രീമിംഗ് ചെയ്തുകൊണ്ട് ഇനിയിപ്പം മറ്റുള്ള സംഭവങ്ങൾ നടക്കുകയില്ല എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. എന്താണ് ഗൈസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? നീലക്കുയിലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? തൊപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം മാന്യമായിട്ട് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.